ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. എന്തും എപ്പോഴും സംഭവിക്കാം. നിലപാടുകൾ മാറി മറിയാം. ശത്രുക്കൾ മിത്രങ്ങളാവാം, മിത്രങ്ങൾ ശത്രുക്കളുമാവാം. അതാണ് ട്രംപ്. ഗസയെ ട്രംപ് നോട്ടമിട്ട് കഴിഞ്ഞു. ഇനി എങ്ങനെയും അത് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. ഹമാസിനെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഗസയിലെ പാലസ്തീനികളെ മുഴുവൻ ഒഴിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഗസയിലെ ജനത വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്. ഹമാസ് മാത്രമല്ല, ഗസയിലെ പാലസ്തീൻ ജനത മുഴുവൻ അനുഭവിക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കുന്നത്. യു ആർ ഡെഡ് എന്ന കൊലവിളിയാണ് ട്രംപ് നടത്തുന്നത്. മറ്റൊരു ഭരണാധികാരിക്കും ഇത്തരത്തിൽ കൊലവിളി നടത്താനുള്ള ധൈര്യം അല്ല ബോധമില്ലായ്മ ഉണ്ടാകില്ല. ഏകാധിപതികളെക്കാൾ കഷ്ടമാണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മാനസിക നില. എബ്രഹാം ലിങ്കണിനെ പോലെ ലോകത്തെ മാറ്റിമറിച്ച പ്രചോദിപ്പിച്ച നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഇന്ന് ട്രംപ് ഇരിക്കുന്നത്. അമ്പരപ്പല്ല, ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത്. എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. ട്രംപിനെ പോക്കു കാണുമ്പോൾ ഈ വാർത്തയിൽ അമ്പരക്കാനും ഒന്നുമില്ല. ഗസ സ്വന്തമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സഞ്ചാരികളുടെ പർദീസയാക്കി ഗസയെ മാറ്റുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതിനായി ഗസയിലെ പാലസ്തീനികൾ ഒഴിയണം. അവർക്ക് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകാമെന്നാണ് ട്രംപ് പറയുന്നത്. ഗസയിൽ നിന്ന് വരുന്ന പാലസ്തീൻ പൗരന്മാർക്ക് അഭയമൊരുക്കണമെന്ന് ഈ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഹമാസുമായി US രഹസ്യ ചർച്ച നടത്തുന്നുവെന്ന റിപ്പോർട്ടാണ് ആദ്യം പുറത്തുവന്നത്. പിന്നാലെ ഇക്കാര്യം US തന്നെ സ്ഥിരീകരിച്ചു. അതും ഇസ്രായേലിനെ ഒഴിവാക്കിയാണ് ട്രംപിന്റെ നീക്കമെന്നത് ശ്രദ്ധേയം. ഹമാസിനെ തുടച്ചു നീക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനായി നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസിനെ പ്രകോപിപ്പിച്ചു. മാത്രമല്ല, രണ്ടാം ഘട്ട വെടിനിർത്തൽ അട്ടിമറിക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചതോടെ ഗാസയിലേക്കുള്ള ട്രക്കുകളുടെ യാത്രയും ഇസ്രായേൽ ബ്ലോക്ക് ചെയ്തിരുന്നു. റമദാൻ കാലത്തും ഗാസ പട്ടിണിയുടെ പിടിയിലാണ്. ഇതിനെതിരെ ലോകം മുഴുവൻ വൻ പ്രതിഷേധവും ഉയർന്നിരുന്നു. അതിനിടെ ഇസ്രായേലുമായി വമ്പൻ ആയുധക്കരാറിൽ US ഒപ്പുവയ്ക്കുകയും ചെയ്തു. പിന്നാലെയാണിപ്പോൾ ഹമാസുമായി US ചർച്ച നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനിടെ ഹമാസിന്റെ തടവറയിലുള്ള ഇസ്രായേൽ ബന്ദികളെയെല്ലാം മോചിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അസാധാരണ നടപടി എന്നാണ് ഈ റിപ്പോർട്ടുകളോടുള്ള വിദഗ്ധരുടെ പ്രതികരണം. കാരണം ഗാസ യുദ്ധത്തിൽ US നേരിട്ട് ഇടപെടുന്നില്ല. മാത്രമല്ല, 1997 ഹമാസിനെ US തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ട്രംപിന്റെ നീക്കത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം എന്താവുമെന്ന ആകാംക്ഷയിലാണ് ലോകം. അതിനിടയിലാണ് കൊലവിളിയുമായി ട്രംപ് എത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഡബിൾ പ്ലേയുടെ ലക്ഷ്യം എന്താണ്? ഇസ്രായേലിനെ സാന്ത്വനിപ്പിക്കാനാണോ കൊലവിളി? ആയുധങ്ങളും പണവും നൽകി ഇസ്രായേലിനെ കൊലയാളിയാക്കിയത് അമേരിക്കയാണ്. ഒരു സുപ്രഭാതത്തിൽ ട്രംപിനെ നെതന്യാഹുവിനെ തള്ളിപ്പറയാനും കഴിയില്ല. ട്രംപിന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. ട്രംപ് ആയതുകൊണ്ട് ഒന്നും പ്രവചിക്കാനും കഴിയില്ല. എന്തും സംഭവിക്കാം. കെയ്റോയിൽ നടന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി വലിയ വാർത്താ പ്രാധാന്യം നേടി. സ്വതന്ത്ര പാലസ്തീൻ സാധ്യമാക്കുമെന്നാണ് ഉച്ചകോടിയിൽ സ്വീകരിച്ച നിലപാട്. ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്നും അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കി. ഗാസ പുനർനിർമ്മാണത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലക്ഷ്യങ്ങൾക്ക് ബദലായി പാലസ്തീനികളെ ഗാസയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള $53 ബില്യൺ ബദൽ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ടാണ് അറബ് ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചത്. ഗാസയെ സമയബന്ധിതമായി പുനർനിർമ്മിക്കുക, സുരക്ഷയ്ക്കായി സംവിധാനമൊരുക്കുക, ഭരണമാറ്റത്തിൽ തീരുമാനമെടുക്കുക എന്നിവയാണ് ഉച്ചകോടിയിലെ പ്രധാന വിഷയങ്ങൾ. അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഭരണ സംവിധാനത്തിന് രൂപം നൽകാനാണ് അറബ് രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്.